ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തര ക്ലാസ്സുകളിലേക്ക് നമുക്ക് കിടക്കാം. കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ ഡാം. കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്തത് 1895. മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്തത് 1895. മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി ജോൺ പെന്നിക്വിക്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി ജോൺ പെന്നിക്വിക്. ഏത് മിശ്രിതമാണ് മുല്ലപ്പെരിയാർ ഡാം പണിയാൻ ഉപയോഗിച്ചത്? സുർക്കി. മുല്ലപ്പെരിയാർ ഡാം പണിയാൻ ഉപയോഗിച്ച മിശ്രിതം സുർക്കി. മുല്ലപ്പെരിയാർ ഡാമിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലനിരപ്പ് 142 ഫീറ്റ്. 142 ഫീറ്റാണ് മുല്ലപ്പെരിയാർ ഡാമിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലനിരപ്പ്. മുല്ലപ്പെരിയാർ ഡാം സൃഷ്ടിക്കുന്ന തടാകങ്ങൾ പെരിയാർ തടാകം, തേക്കടി തടാകം. മുല്ലപ്പെരിയാർ ഡാം സൃഷ്ടിക്കുന്ന തടാകം പെരിയാർ തടാകം, തേക്കടി തടാകം. തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു മുല്ലപ്പെരിയാർ ഡാം പണി കഴിക്കുമ്പോൾ? വിശാഖം തിരുനാൾ. വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് മുല്ലപ്പെരിയാർ ഡാം പണി കഴിക്കുന്നത്. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് മൂലം തിരുനാൾ. മൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ രാജാവായിരിക്കുന്ന സമയത്താണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ ഒപ്പുവെക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സോളാർ പ്ലാന്റ് നിലവിൽ വന്ന ഡാം ബാണാസുര സാഗർ, വയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സോളാർ പ്ലാന്റ് നിലവിൽ വന്ന ഡാം ബാണാസുര സാഗർ, വയനാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ ഡാം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ എവിടെയാണ്? മലമ്പുഴ. മലമ്പുഴ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന യക്ഷി ആരുടെ ശില്പമാണ്? കാനായി കുഞ്ഞിരാമൻ. മലമ്പുഴ ഫാന്റസി പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യക്ഷിയുടെ ശില്പമുണ്ട്. ആ ശില്പം പണി കഴിപ്പിച്ചത് ശില്പിയാണ് കാനായി കുഞ്ഞിരാമൻ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഡാം എവിടെയാണ്? നോക്ചന്ദ്, ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡ്, നോക് ചന്ദ് ഡാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴ. സിലാൻ പദ്ധതി അഥവാ സോളാർ പദ്ധതി ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം നല്ലളം, കോഴിക്കോട്. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം നല്ലളം, കോഴിക്കോട്. കായംകുളം വൈദ്യുത നിലയത്തിലെ ഇന്ധനം നാഫ്ത. കായംകുളം വൈദ്യുത നിലയത്തിലെ ഇന്ധനം നാഫ്ത. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ നിലയം ബ്രഹ്മപുരം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ നിലയം ബ്രഹ്മപുരം. ബ്രഹ്മപുരം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഉഷ്ണമേഖല, ആർദ്ര ഇലപൊഴിയും കാട്. ഉഷ്ണമേഖല, ആർദ്ര ഇലപൊഴിയും കാടുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പ്രകൃതിയിലെ ബോൺസായി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വിശേഷണമുള്ള വനമാണ് ചോലവനങ്ങൾ. പ്രകൃതിയിലെ ബോൺസായി എന്ന വിശേഷണമുള്ള വനമാണ് ചോലവനങ്ങൾ. ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് കണ്ടൽ കാടുകൾ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് കണ്ടൽ കാടുകൾ. കേരളത്തിൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന ജില്ലകളുടെ എണ്ണം 10. കേരളത്തിൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന ജില്ലകളുടെ എണ്ണം 10. ഇപ്പോൾ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട കണ്ടൽക്കാട് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് കോട്ടയം ജില്ല. ആദ്യം 9 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒന്നുകൂടെ കൂട്ടി കോട്ടയം കൂടി കൂട്ടിച്ചേർത്ത് അത് 10 ജില്ലകളായിട്ട് മാറി. കേരളത്തിലെ കണ്ടൽക്കാട് സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി കല്ലേൽ പൊക്കുടൻ. കല്ലേൽ പൊക്കുടനാണ് കേരളത്തിൽ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. കേരളത്തിലെ വന ഡിവിഷനുകളുടെ എണ്ണം 36. കേരളത്തിലെ വന ഡിവിഷനുകളുടെ എണ്ണം 36.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തീർണമുള്ള വന ഡിവിഷനാണ് റാന്നി പത്തനംതിട്ട. കേരളത്തിൽ വിസ്തീർണം കൂടിയ വന ഡിവിഷനാണ് റാന്നി പത്തനംതിട്ട. കേരളത്തിൽ വിസ്തീർണം കുറഞ്ഞ വന ഡിവിഷനാണ് ആറളം കണ്ണൂർ ജില്ല. കേരളത്തിൽ വിസ്തീർണം കുറഞ്ഞ വന ഡിവിഷനാണ് ആറളം കണ്ണൂർ ജില്ല. കേരളത്തിൽ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കോന്നി പത്തനംതിട്ട. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി പത്തനംതിട്ട. റിസർവ് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിൽ ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിൽ. റിസർവ് വനം ഏറ്റവും കൂടുതലുള്ളത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിൽ. കേരള വന നിയമം 1961. കേരള വന നിയമം 1961. പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്നത് 1972. ക്ഷമിക്കണം, പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്നത് 1973. പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്നത് 1973. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം 1972. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം 1972. കേരള വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1980. കേരള വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1980. കേന്ദ്ര വന നയം നിലവിൽ വന്നത് 1988. കേന്ദ്ര വന നയം നിലവിൽ വന്നത് 1988. കേന്ദ്ര പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. കേന്ദ്ര പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. പ്രോജക്റ്റ് എലഫന്റ് നിലവിൽ വന്നത് 1992. പ്രോജക്റ്റ് എലഫന്റ് നിലവിൽ വന്നത് 1992. കേരള വന ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പീച്ചി, തൃശ്ശൂർ ജില്ല. കേരള വന ഗവേഷണ കേന്ദ്രം പീച്ചി, തൃശ്ശൂർ ജില്ല. കേരള വന വികസന കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം, കാരാപ്പുഴ. കേരള വന വികസന കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം, കാരാപ്പുഴ. കേരള വന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അരിപ്പ, തിരുവനന്തപുരം. കേരള വന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അരിപ്പ, തിരുവനന്തപുരം. കേരള വന വകുപ്പിന്റെ ആസ്ഥാനം വഴുതക്കാട്, തിരുവനന്തപുരം. കേരള വന വകുപ്പ് ആസ്ഥാനം വഴുതക്കാട്, തിരുവനന്തപുരം. ചന്ദന മരങ്ങൾക്ക് പ്രശസ്തമായ കേരളത്തിലെ സ്ഥലമാണ് മറയൂർ. ചന്ദന മരങ്ങൾക്ക് പ്രശസ്തമായ കേരളത്തിലെ സ്ഥലമാണ് മറയൂർ. തേക്കുമരങ്ങൾക്ക് പ്രശസ്തമായ സ്ഥലമാണ് കേരളത്തിൽ നിലമ്പൂർ. കേരളത്തിൽ തേക്കുമരങ്ങൾക്ക് പ്രശസ്തമായ സ്ഥലം നിലമ്പൂർ. ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം അറിയപ്പെടുന്നത് കനേലി പോർട്ട്. അതെവിടെയാണ്? നിലമ്പൂർ. ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് കനേലി പോർട്ടാണ്. അത് നിലമ്പൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ്റെ പേര് കന്നിമരം, പറമ്പിക്കുളം. ഏറ്റവും പഴക്കം ചെന്ന തേക്കായ കന്നിമരം സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം. വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള വന്യജീവി സങ്കേതം വയനാട്. വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള വന്യജീവി സങ്കേതം വയനാട്. ആദ്യമായി നിലവിൽ വന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പെരിയാർ. കേരളത്തിൽ ആദ്യമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ. ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ആറളം. കേരളത്തിൻ്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ആറളം. കേരളത്തിൻ്റെ തെക്ക് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ. കേരളത്തിൻ്റെ തെക്ക് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം
ശെന്തരുണി. വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ശെന്തരുണി. സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം നിലവിൽ വന്നത് ഏത് വന്യജീവി സങ്കേതമാണ്? കുറിഞ്ഞിമല. കേരളത്തില് ഒരു സസ്യം സംരക്ഷണാർത്ഥം നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല. ചമ്പൽ മലയാൻ, നക്ഷത്ര ആമകൾ, കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചിന്നാർ. ചമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാർ. നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഏതു വന്യജീവി സങ്കേതമാണ്? ചിന്നാർ വന്യജീവി സങ്കേത കേന്ദ്രം. ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ. ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ. ആന സംരക്ഷണ കേന്ദ്രം കാപ്രിക്കാട്. ആന സംരക്ഷണ കേന്ദ്രം കാപ്രിക്കാട്. ആന പരിശീലന കേന്ദ്രം കാപ്രിക്കാട്. ആന പരിശീലന കേന്ദ്രം കാപ്രിക്കാട്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകൾ അതിർത്തി പ്രദേശങ്ങളായി സ്ഥിതി ചെയ്യുന്നു. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി ജില്ലകളാണ് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. 1934 പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രത്തിന്റെ പേര് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതം. 1934 ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്ത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പെരിയാറിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മുടെ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പെരിയാറിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി പ്രഖ്യാപിച്ചത് എന്നാണ്? 1934. നെല്ലിക്കാംപെട്ടി സാങ്ച്വറിയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ. 1950 കേന്ദ്ര സർക്കാർ പെരിയാർ എന്ന പേര് നൽകി. 1950 പെരിയാർ എന്ന പേര് പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രത്തിന് ലഭിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സംരക്ഷണ കേന്ദ്രം പെരിയാർ. 1978 പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം ടൈഗർ റിസർവ് ആയി മാറി. എന്നാണ് പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം ടൈഗർ റിസർവ് ആയി മാറിയത്? 1978. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേത കേന്ദ്രമാണ് വയനാട്. വയനാട് സുൽത്താൻ ബത്തേരി മാനന്തവാടി താലൂക്കിലാണ് വയനാട് വന്യജീവി സങ്കേത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. വയനാട് വന്യജീവി സങ്കേത കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് സുൽത്താൻ ബത്തേരി, മാനന്തവാടി. 1973 വന്യജീവി സങ്കേത കേന്ദ്രമായി വയനാട് പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാണ് വയനാട് വന്യജീവി സങ്കേത കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടത്? 1973. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേത കേന്ദ്രം. വയനാട് വന്യജീവി സങ്കേത കേന്ദ്രം കർണാടക, തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നു. വയനാട് വന്യജീവി സങ്കേത കേന്ദ്രം ഏതു ബയോസ്ഫിയറിന്റെ ഭാഗമാണ്? നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണ്. നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണ് വയനാട് വന്യജീവി സങ്കേത കേന്ദ്രം. മുത്തങ്ങ വന്യജീവി സങ്കേത കേന്ദ്രം എന്നറിയപ്പെടുന്നതും
വയനാട് വന്യജീവി സങ്കേത കേന്ദ്രമാണ്. തോൽപ്പെട്ടി വന്യജീവി സങ്കേത കേന്ദ്രവും വയനാട് വന്യജീവി സങ്കേത കേന്ദ്രത്തിൽ ആണ് ഉൾപ്പെടുന്നത്. താങ്ക് യു.